ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ അഗ്നി ബാച്ചിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾ കാണേണ്ടത്, അതെങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അതായത് ഇപ്പം ഓരോ ഫുൾ മാർക്ക് വാങ്ങിക്കാനാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് ഉപയോഗിക്കാം അതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കംപ്ലീറ്റ് സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്താണ് നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്കിപ്പം നിങ്ങൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇനി നടക്കാൻ പോകുന്ന ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അഗ്നി ബാച്ചിൻ്റെ മെയ് 27 നടക്കുന്ന നമ്മളുടെ അലൻ സാറിൻ്റെ മാത്സ് ക്ലാസ് ഉണ്ട്, ഇവിടെ അപ്കമിങ് ലൈവ് എന്ന് പറഞ്ഞ് കാണാം. ആൻഡ് മെയ് 28 നടക്കുന്ന നമ്മുടെ സ്വന്തം ജസീൽ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ലൈവുകൾ നിങ്ങൾക്ക് ആപ്പ് തുറന്ന് നമ്മളുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈവ് എപ്പോഴും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംശയങ്ങൾ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം, പിന്നെ നമുക്ക് പെൻഡിങ് വരില്ല. അതായത് ആ ക്ലാസ്സുകൾ നിങ്ങളിപ്പോൾ അവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ക്ലാസ് മിസ്സായി പോയി എന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബയോളജിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിസ് അഗ്നി ബയോളജി എടുത്തു. ഓക്കെ, ഇപ്പോൾ ലിവിങ് വേൾഡാണ്. ലിവിങ് വേൾഡിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾക്ക് മിസ്സായതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വരുന്നു, ലൈവ് ക്ലാസ് എടുക്കുന്നു. നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടാണ് മിസ്സായതെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, നമ്മളുടെ ആ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മിസ് ഇവിടെ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ മിണ്ടാണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ് കാണാൻ പറ്റും. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇത് ഞാൻ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് താഴെ കാണുന്നില്ലേ, നമ്മുടെ അഗ്നി ബാച്ച് പാർട്ട് 2ൻ്റെ ലൈവ് നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അത് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ റെക്കോർഡിങ് കാണാം. ഇനി അതുമല്ല, ചില മക്കൾ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്ന മിസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ലൈവാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു 2 പാർട്ടായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞ് കിട്ടും, നിങ്ങളുടെ സംശയങ്ങളും ക്ലിയർ ആയി കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞായിട്ടാണ് പഠിക്കണം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ലേണിംഗ് വീഡിയോസ് ഇവിടെയുണ്ട്. ആ ലേണിംഗ് വീഡിയോസിൽ ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോലെ, നിങ്ങളുടെ സ്പീഡ് പോലെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മളിപ്പോൾ ലിവിങ് വേൾഡ് തന്നെ മിസ് എടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വർക്ക്ഷീറ്റാണ്. ഓക്കെ, വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് PDF ഫോമിൽ ഇവിടെ കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്ത് മിസ് ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പഠിച്ച ചാപ്റ്ററിൻ്റെ അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വർക്ക്ഷീറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന, പുതിയ ടേംസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്ന മിസ് പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. നിങ്ങൾക്ക് ഓർമ്മ കിട്ടാനുള്ള സമയമായിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. നിങ്ങൾക്കത് ഇവിടെ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ കാണുന്നു, അതിൻ്റെ ആൻസർ ചെയ്യുന്നു, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾ നോക്കി നോക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ആ രീതിയിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാം എടുക്കാനുള്ള രീതിയിൽ നിങ്ങൾ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി CBSEയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് CBSE കോർണർ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ട്. പിന്നെ സെലക്റ്റഡ് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ നിങ്ങൾ നമ്മളുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ മക്കൾ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിന് പകരം റെക്കോർഡഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്കത് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതായത് കുറച്ച് അധികം നേരം എടുത്ത് നിങ്ങൾക്ക് സാവധാനമൊക്കെ ഇങ്ങനെ നിങ്ങളുടെ സമയം പോലെ 10 മിനിറ്റിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ചാപ്റ്റർ നമ്മൾ ടോട്ടലായിട്ട് എത്രയാണ്, ടോട്ടൽ 14 ലേണിംഗ് വീഡിയോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുമല്ല, നിങ്ങൾക്കിപ്പം നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, അപ്പം നിങ്ങൾക്കൊരു ടോപ്പിക് ഒന്നുകൂടെ വേണം
വേണം തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ മതി, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾക്കിപ്പം കിങ്ഡം മൊണീറ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാം. അപ്പോൾ ലൈവിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നിങ്ങൾ അത് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ ലേണിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ കിങ്ഡം മൊണീറ എന്ന് പറയുന്ന ടോപ്പിക്ക് മിസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, അതും പറ്റും. മിസ്സിനെ മ്യൂട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഓക്കെ, അപ്പോൾ കിങ്ഡം മൊണീറ വേണോ, ആ ബാക്ടീരിയയുടെ സെക്ഷൻ വേണോ, നിങ്ങൾക്ക് ആ ബാക്ടീരിയയുടെ സെക്ഷൻ മാത്രമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക് ആണെങ്കിലും ഇത്രയും സിമ്പിളാണ്. അതായത് ഇതിപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കിങ്ഡം പ്രൊട്ടസ്റ്റയാണ് വേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് അതെടുക്കാം. ആ പ്രൊട്ടസ്റ്റയുടെ സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് മാത്രം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മാത്സിലും ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ബയോളജിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കേട്ടിരുന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ മാത്സിലേക്കും ഫിസിക്സിലേക്കും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് അവിടെ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പോൾ അലക്സ് സാറോ അലൻ സാറോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇപ്പോൾ സാർ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നിങ്ങളിപ്പോൾ റെക്കോർഡർ ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ ടോപ്പിക്ക് എടുക്കുന്നു. സാർ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ മാത്സിലും. ഓക്കെ, ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. റെഡി? അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരും, നമ്മൾ എങ്ങനെ നോക്കാം, നോക്കട്ടെ. ഇതിപ്പോൾ സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അപ്പോൾ നിങ്ങൾ സാർ ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് സാറ് ചെയ്തതും നിങ്ങൾ ചെയ്യുന്നതും മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഇതേ കാര്യം നിങ്ങൾക്ക് ലൈവിലും നോക്കാവുന്നതാണ്. അതായത് ലൈവിൽ ഇപ്പോൾ അടുത്ത സാറ് പറയുകയാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിലാണ് എൻ്റെ മക്കൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പോകും. വളരെ നേരത്തെ തന്നെ ഓണം എക്സാമിന് ഒത്തിരി നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് 1 or 2 ചാപ്റ്ററൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, പുതിയ ടേംസ് പുതിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയധികം ലേറ്റ് ആകുന്നോ പഠിക്കാൻ, നിങ്ങൾക്ക് റിവിഷനുള്ള സമയം കുറഞ്ഞു വരും. അപ്പോൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ ഒത്തിരി സമയം ഉണ്ടാവും, നമ്മളുടെ മെമ്മറി കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അഗ്നി ബാച്ചിലെ മക്കൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ ലേറ്റ് ആവാതിരിക്കുക. നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇതേപോലെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ഒക്കെ വെച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.